ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യമുണ്ട് അല്ലെ. നമ്മൾ പല സമയങ്ങളിലും ഗ്രൂമിങ്ങിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു. വൃത്തിയും മെനയോടും കൂടി എന്ത് ചെയ്യുക, ഒരു സെയിൽസ് പേഴ്സൺ നിർബന്ധമായിട്ടും എവിടെ നടക്കണം, അദ്ദേഹത്തിന്റെ ഫ്ലോറിൽ നിൽക്കണം. ഒരു ചെറിയൊരു കാര്യം ചെയ്തേക്കും, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഷൂസ് എല്ലാവർക്കും കാണാവുന്ന പോലെ ഒന്ന് മുമ്പോട്ട് വെച്ച് കൊടുത്തേ. ഓക്കെ, എന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കി എങ്ങനെയുണ്ട്, ഓക്കെ, വൃത്തിയുണ്ടോ മെനയുണ്ടോ എന്നൊക്കെ നോക്കുക. ഉണ്ടോ? ഉണ്ട്. പൊട്ടിയിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ, ചെളിയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. എങ്ങനെയുണ്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ട്? ഓക്കെ, വൃത്തിമനയൊക്കെ ഉണ്ടല്ലേ, കുഴപ്പമില്ല. ഇനി ആർക്കെങ്കിലും വൃത്തിമന ഇല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതൊന്ന് ചേഞ്ച് ചെയ്യുക. കാരണം നമ്മളെ ഈ ഫ്ലോറിൽ നിൽക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സ് വന്നിട്ട് ഉറപ്പായിട്ടും അവര് നമ്മുടെ ശരീരം മൊത്തം ഒന്ന് നോക്കും. അങ്ങനെയുള്ള കുറെ കസ്റ്റമേഴ്സിനെ കണ്ടില്ലേ, ആടി മൂടി നമ്മളെ നോക്കുന്ന ആൾക്കാര്. ഈ കസ്റ്റമേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവര് വിഷ്വൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സാ, എന്ന് പറഞ്ഞാൽ കാണാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സ്. ഒരുപക്ഷെ നിങ്ങൾ ഷോപ്പിലേക്ക് വന്നിട്ട് നിങ്ങളെ അടിമുടി നോക്കും. അത് മാത്രമല്ല, അവരിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തോടെയൊക്കെ പോകും അല്ലെ, സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തോടെയൊക്കെ ഇങ്ങനെ നോക്കി പോകും. അവരുടെ പുറകെ പോയിട്ട് നമ്മള് എന്നാ വേണ്ടിയെന്ന് ചോദിച്ചാൽ എന്ത് സംഭവിക്കും? അവര് മിക്കവാറും കലിപ്പ് കാണിക്കുകയും ചെയ്യും. യെസ് ഓർ നോ? അവരെന്തുകൊണ്ടാണ് കലിപ്പ് കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ചോദിക്കുന്ന ഇഷ്ടമില്ല. അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് അവർക്ക് കംപ്ലീറ്റ് കാണണം. അങ്ങനെ കാണാനുള്ള അവസരത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവര് ശരിക്കും അവിടെ വരുന്നത്. അങ്ങനെ അവസരം കിട്ടിയെങ്കിൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, വാങ്ങുകയും ചെയ്യുള്ളൂ. ഈസ് ഇറ്റ് ക്ലിയർ? ഇനി വേറൊരു കൂട്ടം ആൾക്കാരുണ്ട്, അവരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഓഡിറ്ററി കസ്റ്റമേഴ്സ് എന്ന് പറയും. ഓഡിറ്ററി കസ്റ്റമേഴ്സ് അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുത്ത് സംസാരിക്കും, നമ്മൾ പറയുന്നത് കേൾക്കുന്നത് അവർക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. അവർ നമ്മളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടില്ലേ? യെസ് ഓർ നോ? ഓക്കെ. വേറൊരു പറ്റം കസ്റ്റമേഴ്സ് ഉണ്ട്, അവരെ കൈനസ്തെറ്റിക് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവർക്ക് ഫീൽ ചെയ്യണം. നമ്മള് ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചത്, ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിനെ കുറിച്ചുള്ള സ്റ്റോറി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷം. അവർക്ക് ഫീൽ ചെയ്യണം ഈ ഒരു പ്രോഡക്റ്റ് ലോങ് ലാസ്റ്റിംഗ് ആണ്, ഇത് നന്നായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും, ധാരാളം കസ്റ്റമേഴ്സ് അതിന് ഉദാഹരണമാണ്, അവരുടെ ടെസ്റ്റിമോണിയൽസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫീൽ ആവും, അവർക്ക് സന്തോഷമാണ്. വേറെ ഒരു കൂട്ടം കസ്റ്റമേഴ്സ് ഉണ്ട്, അത് പ്രത്യേകിച്ച് തുണിക്കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. നമുക്കില്ലേ ഗാർമെന്റ്സിന്റെ ഇല്ലേ, ഉണ്ടല്ലോ. അപ്പൊ അവിടെ ഈ തുണിയൊക്കെ എടുക്കുന്ന സമയത്ത് അവർ ആ തുണി എടുത്ത് സ്മെല് ചെയ്തു. ഈവൻ നമ്മുടെ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് എടുത്തിട്ട് സ്മെല് ചെയ്ത് നോക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ? അതെന്താ കാര്യം എന്നറിയോ? അവര് ഓൾഫാക്ടറി കസ്റ്റമേഴ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്മെല്ല് എന്താന്ന് അറിഞ്ഞെങ്കിലേ അവർ മേടിക്കുള്ളൂ. വൃത്തികെട്ട സ്മെല്ലാണെങ്കിൽ അവർ മേടിക്കുകയാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിർബന്ധമായിട്ടും നമ്മുടെ പ്രൊഡക്ട്സിന്റെ ഒക്കെ മുകളിൽ രാവിലെ ചെന്ന് കഴിയുമ്പോൾ ശകലം പെർഫ്യൂം ഒക്കെ അടിച്ചു വെക്കുന്നത് നല്ലതാണ്. റൂം ഫ്രഷ്നർ ഒക്കെ അടിച്ചു വെക്കുന്നത് നല്ലതാണ്, എപ്പോഴും നല്ലതാണ്. വേറൊന്നുകൊണ്ടുമല്ല, ഇത്തരത്തിലുള്ള ഓൾഫാക്ടറി കസ്റ്റമേഴ്സ് വന്നു കഴിയുമ്പോൾ അവർ ഈ സാധനം മേടിച്ചുകൊണ്ട് പോകാൻ അത് വളരെയധികം ഉപകരിക്കും. അടുത്തത് ഗസ്റ്റേറ്ററി കസ്റ്റമേഴ്സ് എന്ന് പറയും, ടേസ്റ്റിന്റെ ആൾക്കാർ. നമുക്കിപ്പോൾ ടേസ്റ്റ് ഉള്ള സാധനങ്ങളൊന്നും അവിടെ കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ ചില ഷോപ്പുകളിലൊക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് കയറുമ്പോൾ ഒരു ജ്യൂസ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു ചായ കൊടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. നമുക്കത് പറ്റത്തില്ല, ആ കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ട. പക്ഷെ ബാക്കിയുള്ള 4 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഏതൊക്കെ കാര്യങ്ങളെ കുറിച്ച്? വിഷ്വൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ കുറിച്ച്. കാരണം നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എന്താവണം, നല്ല വൃത്തിയും മെനയോടും കൂടിയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. രണ്ടാമത്തേത് ഓഡിറ്ററി കസ്റ്റമേഴ്സ്. നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ടാണെങ്കിൽ, മനോഹരമായിട്ടാണെങ്കിൽ, നമുക്ക് പ്രൊഡക്റ്റ് നോളജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് നമ്മുടെ എന്ത് ചെയ്യും, എന്റർടൈൻ ചെയ്യും. മൂന്നാമത്തേത് കൈനസ്തെറ്റിക്. അവർക്ക് ഫീലിങ്സ് കൊടുക്കാൻ പറ്റണം. അവർക്ക് ഫീൽ ചെയ്യണം, നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് കൊള്ളാം, നല്ല കാര്യങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിന്റെ നല്ല കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ഫീൽ ചെയ്യും. മറ്റൊന്ന് നമ്മുടെ ബോഡി ഓർഡറാണ്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.